നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂലൈ മാസം 25-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അത് കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇൻ്റർനെറ്റോ മൊബൈൽ നെറ്റ്വർക്കോ ഇല്ലാത്ത ഇടങ്ങളിലും ഇനി മുതൽ UPI വഴി സുരക്ഷിതമായിട്ട് പണമടയ്ക്കാം. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ NPCI വ്യാപാരികളുടെ POS, അതായത് പോയിൻ്റ് ഓഫ് സെയിൽ സ്വൈപ്പിംഗ് മെഷീനുകളിലേക്ക് ഓഫ്ലൈൻ UPI സൗകര്യം കൊണ്ടുവരികയാണ്. ഉപയോക്താവിൻ്റെ ഫോണിലോ വ്യാപാരിയുടെ മെഷീനിലോ നെറ്റ്വർക്ക് കവറേജ് ഇല്ലെങ്കിലും തടസ്സമില്ലാതെ ഇടപാടുകൾ നടത്താനായിട്ട് ഈ പുതിയ സാങ്കേതികവിദ്യ സഹായിക്കും. മുൻപ് അവതരിപ്പിച്ച UPI ലൈറ്റ് X സൗണ്ട് ബോക്സുകളിലും ഫോണുകളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്നെങ്കിൽ പുതിയ സംവിധാനം വലിയ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലെ പരമ്പരാഗത കാർഡ് സ്വൈപ്പിംഗ് മെഷീനുകളെ കൂടി ഇതിൻ്റെ ഭാഗമാക്കുന്നു എന്നതാണ് പ്രത്യേകത. നെറ്റ്വർക്ക് കവറേജ് തീരെ ലഭിക്കാത്ത വിമാനയാത്രകൾ, അതോടൊപ്പം തന്നെ അണ്ടർഗ്രൗണ്ട് മെട്രോ റൂട്ടുകൾ, വിദൂര മലയോര മേഖലകൾ എന്നിവിടങ്ങളിൽ ഈ സൗകര്യം യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ തന്നെ വലിയ ആശ്വാസമാകും. നിലവിൽ ഓഫ്ലൈൻ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾക്ക് 500 രൂപയും UPI ലൈറ്റിന് 1000 രൂപയുമാണ് പരിധിയെങ്കിൽ പുതിയ POS ഓഫ്ലൈൻ സംവിധാനത്തിൽ ഒറ്റത്തവണ 2000 രൂപ വരെ ഇടപാട് നടത്താനായിട്ട് സാധിക്കും. ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ പ്രമുഖ UPI ആപ്പുകളും പ്രമുഖ ബാങ്കുകളും ഈ ഫീച്ചർ തങ്ങളുടെ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. NPCIയുടെ ഔദ്യോഗിക മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവിധ സേവനങ്ങൾക്കും നികുതി അടയ്ക്കുന്നതിനും ഹരിതകർമ്മ സേനയുടെ യൂസർ ഫീ റെസീറ്റ് നിർബന്ധമാക്കിയതോടെ ഈ തുക എന്തിനാണ് നൽകുന്നത് എന്നതിനെക്കുറിച്ച് പലരിലും സംശയങ്ങളുണ്ട്. പൊതുജനങ്ങൾ നൽകുന്ന ഈ തുക ഒരു പിഴയല്ല, മറിച്ച് മാലിന്യ സംസ്കരണ സംവിധാനം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സേവന വേതനം, സർവീസ് ചാർജ് മാത്രമാണ്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് സർക്കാർ നേരിട്ട് ശമ്പളം നൽകുന്നില്ല. അതിനാൽ മാലിന്യം ശേഖരിക്കുന്ന വാഹനങ്ങളുടെ ഇന്ധന ചെലവ്, ചാക്കുകൾ, അതോടൊപ്പം തന്നെ ഗ്ലൗസ്, മാസ്ക്, യൂണിഫോം തുടങ്ങിയ സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയ്ക്കുള്ള തുകയും തൊഴിലാളികളുടെ ജീവനാംശവും കണ്ടെത്തുന്നത് പൊതുജനങ്ങൾ നൽകുന്ന ഈ യൂസർ ഫീസിൽ നിന്നാണ്. ഫീസ് നിരക്കുകൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിശ്ചയിക്കുന്നത്. സാധാരണയായിട്ട് പഞ്ചായത്തുകളിൽ പ്രതിമാസം 50 രൂപയും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും 70 മുതൽ 100 രൂപ വരെയുമാണ് ഈടാക്കുന്നത്. സേനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെയൊക്കെ തന്നെ ഭാഗമായിട്ട് പലയിടങ്ങളിലും ഇപ്പോൾ GPS ട്രാക്കിങ്ങും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ റെസീറ്റും നിലവിൽ വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ തുക നൽകിയ ശേഷം റെസീറ്റുകൾ കൃത്യമായി സൂക്ഷിച്ചു വയ്ക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾ പ്രകാരം മാലിന്യങ്ങൾ ഉറവിടത്തിൽ വെച്ച് തന്നെ തരം തിരിച്ച് നൽകേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ്. പ്ലാസ്റ്റിക് കവറുകൾ, അതോടൊപ്പം തന്നെ മിനറൽ വാട്ടർ കുപ്പികൾ, പാൽ കവറുകൾ, അതുപോലെ തന്നെ ഷാമ്പൂ, ഡിറ്റർജൻറ്റ് കുപ്പികൾ, കാർഡ്ബോർഡുകൾ, ഗ്ലാസ് കുപ്പികൾ, അലൂമിനിയം ലോഹ വസ്തുക്കൾ തുടങ്ങിയ അജൈവ മാലിന്യങ്ങളാണ് ഹരിതകർമ്മസേന ശേഖരിക്കുന്നത്. ഇവ കഴുകി ഉണക്കിയ ശേഷം മാത്രമേ കൈമാറാവൂ. കൂടാതെ ബ്ലേഡ്, സൂചി, പൊട്ടിയ ഗ്ലാസ് കഷ്ണങ്ങൾ തുടങ്ങിയവ സേനാംഗങ്ങൾക്ക് അപകടമുണ്ടാക്കാത്ത രീതിയിൽ പ്രത്യേകം പൊതിഞ്ഞു വേണം നൽകാനായിട്ട്. എന്നാൽ ഭക്ഷണ പദാർത്ഥങ്ങൾ, മീൻ, ഇറച്ചി, പച്ചക്കറി അവശിഷ്ടങ്ങൾ തുടങ്ങിയ ജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന ശേഖരിക്കില്ല എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇവ കമ്പോസ്റ്റ് യൂണിറ്റുകളോ ബയോഗ്യാസ് പ്ലാന്റുകളോ ഉപയോഗിച്ച് ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം വീടുകളിൽ തന്നെ സംസ്കരിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. സേന ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ പിന്നീട് തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ തന്നെ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി MCF കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നതും പ്ലാസ്റ്റിക് കത്തിക്കുന്നതും കടുത്ത ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണെന്ന കാര്യവും ഓർക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ റേഷൻ കാർഡ് ഉടമകളെയും സർക്കാർ ജീവനക്കാരെയും കാത്തിരിക്കുന്നത് ഇരട്ടി റേഷൻ ഉൾപ്പെടെയുള്ള വൻ ഓണ ആനുകൂല്യങ്ങളാണ്. റേഷൻ വിഹിതത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അർഹരായിട്ടുള്ള മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക്, AY കാർഡ് ഉടമകൾക്ക് ഇത്തവണ സൗജന്യ ഓണക്കിറ്റ് ലഭ്യമാകും. ഇതിനായിട്ട് 56 കോടി രൂപയാണ് സർക്കാർ ഇതിനോടകം തന്നെ അനുവദിച്ചിട്ടുള്ളത്. പിങ്ക് കാർഡ് ഉടമകൾക്ക് നിലവിലെ സാധാരണ റേഷൻ വിഹിതം തുടരുമ്പോൾ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് വലിയ ആശ്വാസമായിക്കൊണ്ട് കിലോയ്ക്ക് വെറും 10 രൂപ 90 പൈസ നിരക്കിൽ 10 കിലോ വരെ സ്പെഷ്യൽ അരി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇതുകൂടാതെ പൊതുവിപണിയിലെ ഇടപെടലിനും സപ്ലൈകോ ഓണച്ചന്തകളൊക്കെ തന്നെ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ധനവകുപ്പ് 200 കോടി രൂപ ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് മുൻഗണനേതര റേഷൻ കാർഡ് ഉടമകൾക്ക് ഉൾപ്പെടെ എല്ലാവർക്കും പണം കൊടുത്തു വാങ്ങാവുന്ന 250 മുതൽ 300 രൂപ, 500 രൂപ, 1000 രൂപയുടെ പ്രീമിയം കിറ്റ് എന്നിങ്ങനെ 3 വ്യത്യസ്ത ഓണക്കിറ്റുകളാണ് ഇത്തരത്തിൽ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയായിട്ട് ലഭ്യമാകുന്നത്. ഈ നിശ്ചിത വിലയേക്കാൾ കൂടുതൽ യഥാർത്ഥ വിപണി മൂല്യമുള്ള സാധനങ്ങൾ കിറ്റിൽ ഉൾപ്പെടുത്തുന്നതിനാൽ തന്നെ ജനങ്ങൾക്ക് ഇത് വലിയ ലാഭമായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ആശ്വാസം സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കുമാണ്. വരും മാസങ്ങളിൽ ഇവരുടെ DA, DR കുടിശ്ശിക ഗഡുക്കൾ, ഉത്സവ ഭത്ത, ഓണം ബോണസ് എന്നിവ വിതരണം ചെയ്യും.
ഇതിനോടൊപ്പം തന്നെ ഇത്തവണത്തെ ഓണം ബമ്പർ ലോട്ടറി വിൽപ്പനയും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാതെ തന്നെ ഒന്നാം സമ്മാന തുകയിൽ 5 കോടി രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട്. 30 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. ലോട്ടറി എടുക്കുന്നവർക്കും ലോട്ടറി പ്രേമികൾക്കുമൊക്കെ തന്നെ വലിയ സന്തോഷ വാർത്തയാണിത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരളത്തിലെ പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന വനിതകളെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും മുന്നിലെത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ മുൻപ് പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ സൗകര്യത്തിന് പുറമെയായിട്ട് പ്രിയദർശിനി വായ്പ പദ്ധതി എന്ന പേരിൽ തികച്ചും പലിശരഹിതമായിട്ടുള്ള ഒരു പുതിയ വായ്പ സഹായ പദ്ധതിക്ക് തുടക്കമിടുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. പിന്നോക്ക വികസന കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് സ്ത്രീകൾക്ക് ചെറുകിട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സ്വന്തമായിട്ട് ബിസിനസ് സംരംഭങ്ങളൊക്കെ തന്നെ തുടങ്ങി സ്വയം പര്യാപ്തത കൈവരിക്കാനും സാധിക്കുമെന്ന് മന്ത്രി കെ എ തുളസി വ്യക്തമാക്കുന്നു. സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ട് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പിന് കീഴിൽ ആവിഷ്കരിച്ചിട്ടുള്ള 31 പദ്ധതികളിൽ ഒന്നായിട്ടുള്ള സമഗ്ര 2026 ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത്. തികച്ചും അടിയന്തരമായി 16,000-ഓളം ഗുണഭോക്താക്കളിലേക്ക് സഹായം എത്തിക്കാനായിട്ട് ലക്ഷ്യമിടുന്ന ഈ പദ്ധതി വഴി ആകെ 200 കോടി രൂപയുടെ വായ്പ വിതരണം ചെയ്യാനാണ് ഇത്തരത്തിൽ കോർപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒന്നാം ഘട്ടമായിട്ട് പകുതിയോളം തുകയായിട്ടുള്ള 100 കോടി രൂപ വരും ദിവസങ്ങളിൽ തന്നെ നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുന്നതാണ്. രണ്ടാം ഘട്ട വായ്പ വിതരണം വരുന്ന സെപ്റ്റംബറിൽ പാലക്കാട് വെച്ച് സംഘടിപ്പിക്കുകയും ചെയ്യും. ഇതിന് പുറമെയായിട്ട് ഗ്രാമീണ മേഖലയിലെ വനിതാ കർഷകരെ ശാക്തീകരിക്കാനും അവരെ ഉൽപ്പാദനക്ഷമമായിട്ടുള്ള കാർഷിക മേഖലയിലേക്കൊക്കെ തന്നെ നയിക്കാനും ലക്ഷ്യമിട്ടുകൊണ്ട് കൃഷി സഖി എന്ന പേരിൽ മറ്റൊരു സവിശേഷ ആനുകൂല്യ പദ്ധതിയും സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. പരമ്പരാഗത രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് ആധുനികവും ശാസ്ത്രീയവുമായിട്ടുള്ള കൃഷി രീതികളിൽ സ്ത്രീകൾക്ക് വിദഗ്ധ പരിശീലനം നൽകുകയും കൃഷി അനുബന്ധ സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുന്നതിലൂടെ ഗ്രാമീണ വനിതകളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നു. മാത്രമല്ല, അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതികൂല കാലാവസ്ഥയോ വിളനാശമോ ഉണ്ടാകുമ്പോൾ നേരിടുന്ന സാമ്പത്തിക തിരിച്ചടികളൊക്കെ തന്നെ മറികടക്കാൻ കർഷകരെ സഹായിക്കുന്ന വിള ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം നൽകാനും ഈ പദ്ധതിക്ക് സാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ സ്ത്രീ ശാക്തീകരണവും സുസ്ഥിരമായിട്ടുള്ള കാർഷിക സംസ്കാരവും സമന്വയിപ്പിച്ചുകൊണ്ട് ഗ്രാമീണ ജനതയുടെ വാർഷിക വരുമാനം കാര്യക്ഷമമായി വർദ്ധിപ്പിക്കാൻ കൃഷി സഖി വലിയ പങ്കാണ് വഹിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെയും വയോജനങ്ങളുടെയും ഒക്കെ തന്നെ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുടെയൊക്കെ തന്നെ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ആനുകൂല്യങ്ങൾ തടസ്സമില്ലാതെ വിതരണം ചെയ്യാനായിട്ട് പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കുന്ന നടപടിയുമായിട്ട് ധനകാര്യ വകുപ്പ് ഇതിനായിട്ട് 1095 കോടിയോളം രൂപ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. സർക്കാർ തലത്തിൽ നിന്നുള്ള ഔദ്യോഗിക ഉത്തരവ് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തിറങ്ങിയതോടെ ഇന്നലെ ജൂലൈ 24-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി സംസ്ഥാനത്തുടനീളം ഘട്ടം ഘട്ടമായിട്ട് പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഏകദേശം 51 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഈ മാസം ജൂലൈയിൽ പെൻഷൻ തുകയായിട്ടുള്ള 941 കോടി രൂപ ധനവകുപ്പ് നേരിട്ട് ലഭ്യമാകുന്നത്. ജീവനോപാധികൾക്കായിട്ട് സർക്കാരിൻ്റെ ഈ തുച്ഛമായിട്ടുള്ള തുകയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന വലിയൊരു ജനവിഭാഗത്തിന് ആശ്വാസമേകുന്ന തീരുമാനമാണിത്. കേന്ദ്ര സർക്കാരിൻ്റെ NSAP പദ്ധതിക്ക് കീഴിൽ വരുന്ന വിവിധ ഇന്ദിരാഗാന്ധി ദേശീയ പെൻഷൻ പദ്ധതികളിലെ 8 ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കളുടെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ തികച്ചും ജാഗ്രത പുലർത്തിയിട്ടുണ്ട്. കേന്ദ്ര വിഹിതം അത് കൃത്യസമയത്ത് ലഭ്യമാകുന്നതിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള കാലതാമസം അത് പാവപ്പെട്ടവരുടെ ആനുകൂല്യം മുടങ്ങാനായിട്ട് കാരണമാകരുത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 24 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ സ്വന്തം ഫണ്ടിൽ നിന്നും മുൻകൂറായിട്ട് അനുവദിക്കുകയുണ്ടായത്. എന്നാൽ സാങ്കേതികപരമായിട്ടുള്ള ചില തടസ്സങ്ങൾ കാരണം ഈ കേന്ദ്രവിഹിത തുകകളായിട്ടുള്ള 200, 300, 500 ഇവ പ്രധാന പെൻഷൻ തുകയോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഉടനടി വിതരണം ചെയ്യാൻ കഴിയില്ല. അതിനാൽ തന്നെ അടിസ്ഥാന പെൻഷൻ തുക അത് കൈപ്പറ്റി ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ബാക്കി വരുന്ന കേന്ദ്രവിഹിതം അത് ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ കൈപ്പറ്റുന്ന 26 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ഒരുപക്ഷെ ഇപ്പോൾ അക്കൗണ്ടിലേക്ക് തുക എത്തിയിട്ടുണ്ടാകാം. തുക എത്തിയവർ തീർച്ചയായിട്ടും ആ കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിവിധ വിഭാഗങ്ങളിലെ യോഗ്യത അനുസരിച്ച് 1500, 1700, 1800, 2000 എന്നിങ്ങനെ വ്യത്യസ്ത നിരക്കുകളിലാണ് പണം അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാകുന്നത്. ഓഗസ്റ്റ് 3-ാം തീയതിയോടെ നിലവിലുള്ള പെൻഷൻ വിതരണ പ്രക്രിയ പൂർണ്ണമായിട്ടും പൂർത്തിയാക്കണമെന്നാണ് ബാങ്കുകൾക്കും അതോടൊപ്പം തന്നെ ട്രഷറികൾക്കും നൽകിയിരിക്കുന്ന പ്രധാന കർശന നിർദ്ദേശം. വിതരണം ചെയ്യാൻ കഴിയാതെ ബാക്കി വരുന്ന തുകകളുണ്ടെങ്കിൽ അത് ഓഗസ്റ്റ് 17-നകം തിരുവനന്തപുരത്തുള്ള കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെ അക്കൗണ്ടിലേക്ക് തിരികെ അടയ്ക്കണമെന്നും ഉത്തരവിൽ എടുത്തു പറയുന്നുണ്ട്. അതേസമയം സഹകരണ സംഘങ്ങൾ വഴിയും ഏജന്റുമാർ വഴിയുമൊക്കെ വീടുകളിൽ നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്ന പരമ്പരാഗത വിതരണ രീതി വരും തിങ്കളാഴ്ച ജൂലൈ 27 മുതലായിരിക്കും നിങ്ങൾക്ക് സജീവമായിട്ട് ലഭിക്കുക. ഇന്ന് 4-ാം ശനിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ അവധിയാണ്. ഞായറാഴ്ചയും ബാങ്ക് അവധിയായതിനാൽ തന്നെ ട്രഷറിയിൽ നിന്ന് തുക പിൻവലിക്കുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച രാവിലെ ട്രഷറി ഇടപാടുകളൊക്കെ തന്നെ തിങ്കളാഴ്ച രാവിലെ ട്രഷറി ഇടപാടുകളൊക്കെ തന്നെ പൂർത്തിയാകുന്നതോടെ പണം ഏജന്റുമാരുടെയൊക്കെ തന്നെ കൈകളിലേക്ക് എത്തുകയും തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ തന്നെ ഗുണഭോക്താക്കളുടെയൊക്കെ തന്നെ വീടുകളിൽ തുക നേരിട്ട് എത്തിച്ചു നൽകുകയും ചെയ്യുന്നതാണ്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തി.
2026 ജൂലൈ 24 വെള്ളിയാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 170 രൂപ കുറഞ്ഞ് 13,230 രൂപയിലും പവന് 1,360 രൂപ കുറഞ്ഞ് 1,05,840 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഇവിടെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.